ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഫുള്ള് സെറ്റപ്പ് ആയിട്ടോ. ഫുഡൊക്കെ അടിച്ച് വണ്ടിക്ക് ഒന്ന് കഴുകി ഞാൻ കുറച്ച് അവളുടെ ഷാമ്പു ഉണ്ട്, അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴുകി. ഇപ്പോൾ എല്ലാവരും എന്താ അവിടെ കണ്ട ചേച്ചി, അളിയൻ, ജാനു, ശ്രീകുട്ടി, കിച്ചുട്ടൻ, അമ്മ, അമ്മായി, ശ്രീകുട്ടൻ എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇതാ അവിടെ ആയി ഒരു കുഞ്ഞിയായി എല്ലാവരും ഇവിടുന്ന് ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു സ്ട്രെസ്സും ടെൻഷനും എന്തൊക്കെയോ ഉണ്ടായിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇനി പോകെ പോകെ എല്ലാം റെഡി ആവുമെന്ന് വിചാരിക്കണം. പിന്നെ എല്ലാവരോടും സംസാരിച്ചൊന്ന് ഫ്രണ്ട്ലി ആവണം. ഹലോ, ഓൾ ദ ബെസ്റ്റ്. അതാണ് എൻ്റെ പൊന്നാരി ചേച്ചി, ഓൾ പ്ലാനർ. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ടീക്ലാൻ റൈഡേഴ്സ് ക്ലബിൻ്റെ ഒപ്പമാണ് ഞാൻ പോണത്. അപ്പോൾ അവരുടെ കാര്യങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം, ഹബ്ബിലെത്തിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ബാക്കി അവിടുന്ന് കാണാം. ക്ലബിൻ്റെ മുന്നിലെത്തി ടീക്ലാൻ റൈഡേഴ്സ്. ഇവിടെ എല്ലാവരും സെറ്റാണ്. ഇതാണ് നമ്മുടെ മെയിൻ ക്ലബിൻ്റെ മെയിൻ ലീഡർ ദേവേട്ടൻ. അപ്പോൾ ഇവിടെ എല്ലാവരും ആശാൻ, ഞങ്ങൾ ആശാൻ. ബൈക്കൊക്കെ സെറ്റാണ്, എല്ലാവരും റെഡിയാണ്. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ ഞാൻ കുറേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എൻ്റെ മൈക്ക് അഡാപ്റ്റർ ലൂസായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഗോപ്രോ മൈക്ക് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വ്ളോഗിൽ മൊത്തം ഈ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും കേട്ടോ, സോറി. ഫസ്റ്റ് വ്ളോഗിൽ നമ്മൾ ഏകദേശം കാസർഗോഡ് എത്തുന്നവരെയൊക്കെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരോടും സോറി. പിന്നെ ഞാൻ ഓക്കെ കേട്ടോ. പിന്നെ എനിക്കതിൻ്റെ ഐഡിയ മനസ്സിലായപ്പോൾ പിന്നെ ഒക്കെ പക്കെ ആയിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കൊയിലാണ്ടി വണ്ടി നിർത്തി. ചിലർക്ക് പെട്രോൾ അടിക്കാണ്ടായിരുന്നു, പെട്രോൾ അടിച്ചു. ഇപ്പോൾ എല്ലാവരും അവിടെ നാരങ്ങ വെള്ളം കുടിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പം ഒന്ന് പോയോക്കട്ടെ. ചൂട് കാരണം ആകെ വയ്യാത്ത അവസ്ഥ. ഈ തലവേനയോ എന്തൊക്കെയോ പോലെ ആയിക്കുണ്ട്. എന്താടി അവസ്ഥ? മുട്ട പുഴുങ്ങാട്ട പോലെ എന്നാ പറയുന്നത്, അതാണ് അവസ്ഥ. അപ്പോൾ ഗൈസ്, ഞങ്ങളൊരു നാരങ്ങ സോഡയൊക്കെ കുടിച്ച് സെറ്റായി. എല്ലാവരും വണ്ടിയുമ്പോൾ കയറി, എല്ലാവരും ഒന്ന് ഫ്രഷായി. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ലീഡ് ചെയ്യണ ആള്. ലവി ചേച്ചി ഒരായി കൊടുത്തേ. ഹെൽമെറ്റ് ഊരിയിട്ട് ഞങ്ങൾ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ചേച്ചിയും പിന്നെ പ്രീനുവേട്ടനാണ് ഓൾ ട്രിപ്പിന് നമ്മുടെ ഒപ്പം ഉണ്ടാവുക. ദേവേട്ടൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് തിരിച്ച് പോന്നിട്ട് പിന്നെ ലേയിലേക്ക് എത്തുക ചെയ്യുക. അപ്പോൾ ഈ ചേച്ചിയും പ്രീനുവേട്ടനാണ് നമ്മളെ ലീഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ നേരെ മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ച് കയറിയിട്ട് അവിടെ നേരെ പിന്നെ തലശ്ശേരി പോകാനുള്ള പരിപാടി ആയിരിക്കും. എങ്ങനെ അറിയില്ല, എങ്ങനെ ആദ്യം തലശ്ശേരി ബിരിയാണി പിന്നെ മുഴുപ്പിലങ്ങാടി അങ്ങനെ പോകും. അത്ര നേരം ഒരു മണ്ടത്തര കാട്ടിയിരുന്നു. അതായത് ഞാൻ ഗോപ്രോൻ്റെ മൈക്ക് കറക്റ്റ് കണക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തൊക്കെയോ വെറുതെ വളവള പറഞ്ഞു, പക്ഷെ ആരിപ്പോൾ ഒന്നും കേട്ടിട്ടും ഉണ്ടാവില്ല. ഇപ്പോഴാണ് അതിൻ്റെ അഡാപ്റ്റർ ഞാൻ ശരിക്കും കണക്ട് ചെയ്ത്. ഇപ്പോൾ എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ആ ഒരു നല്ല മഴ അത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഒടുക്കത്തെ വെയിലാണ് കേസ്. ഒടുക്കത്തെ വെയിൽ പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വെയിൽ തന്നെ ആവും, മോസ്റ്റ്ലി വെയിൽ തന്നെ ആവും. ഡൽഹി കഴിയുന്നവരൊക്കെ വെയിൽ തന്നെ ആവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ അധികം ദൂരമൊന്നും ഇല്ല. ഇന്ന് കാസർഗോഡ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുമെന്നാണ് തോന്നുന്നത്. പിന്നെ നാളെ അത് കഴിഞ്ഞ് നാളെ ഗോവ, അങ്ങനെയൊക്കെയാണ് പ്ലാന്.
അപ്പോൾ ഗൈസ് നമ്മൾ ഹൈവേ കയറും, അത് കഴിഞ്ഞാൽ പോക്കറ്റ് റോഡ് കയറും, ഹൈവേ കയറും പോക്കറ്റ് റോഡ് കയറും. അയ്യോ ഇത് ഇനിയിപ്പോൾ കുറേ ദൂരം എങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഹൈവേ കയറുമ്പോൾ നല്ല സുഖം, പക്ഷെ പോക്കറ്റ് റോഡ് കയറി കഴിഞ്ഞാൽ ആ സുഖം അങ്ങ് പോയി. അപ്പോൾ അതെല്ലാവരും കണ്ടോ, എല്ലാവരും ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ചേച്ചിയൊക്കെ വിശന്നിട്ടുണ്ട്, നല്ല പെടയാ. എത്താനായി ഇപ്പം മാഹിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററേ ഉള്ളൂ. അവിടുന്ന് ഇപ്പോൾ പെട്രോളെല്ലാം റീഫിൽ ചെയ്തിട്ട് വേണം പോവാൻ. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ച് ലാഭം കിട്ടുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ബാക്കി റൈഡ്. എല്ലാവരും അത്യാവശ്യം നല്ല എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. ഒന്നാമത്തെ വിശപ്പ് തുടങ്ങി, പിന്നെ സമയം എത്രയായി? സമയം 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ചിട്ടുള്ളൂ ബാക്കി പരിപാടി എന്തായാലും. നെക്സ്റ്റ് സ്റ്റോപ്പ് മാഹി. അങ്ങനെ സെയിം പണി പിന്നെയും കിട്ടിയിട്ടോ. ഞാൻ മൈക്കിൻ്റെ അഡാപ്റ്റർ ശരി കണക്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ വോയിസ് ഒന്നും അതിൽ കിട്ടിയില്ല. ഞാൻ എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മാഹി എത്തി, നമ്മൾ മാഹിന്ന് പെട്രോൾ അടിക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ മൈക്ക് കണക്റ്റ് ആയില്ല. എഗെയിൻ സെയിം പണി. ഇത് ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ പണി ഇങ്ങനെ കാണുന്നുണ്ടായിരിക്കും. കാരണം ഒന്നാമത്തെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മൈക്ക് അഡാപ്റ്റർ ലൂസായി കഴിഞ്ഞാൽ വോയിസ് കിട്ടില്ല. ഗോപ്രോൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഗോപ്രോ ഡയറക്റ്റ് മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, മൈക്ക് അഡാപ്റ്റർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോറി അഗൈൻ. അപ്പം നമ്മളന്ന് മാഹിന്ന് പെട്രോൾ അടിച്ചു 96 രൂപയായിരുന്നു. ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ നമുക്ക് ചെറിയൊരു സമാധാനം കിട്ടി. നാട്ടിൽ 106 107 കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ എണ്ണ അടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. വണ്ടിയൊക്കെ അവിടെ നിർത്തി, പാർക്കിംഗ് ഒന്നുമില്ല. നമ്മളൊരു സ്ട്രീറ്റിൽ വണ്ടി നിർത്തി ഇപ്പോൾ ബിരിയാണി അടിക്കാൻ പോവാം, പാരിസ് റെസ്റ്റോറൻറ്റ്. എല്ലാവരും നമ്മളൊരുമാതിരി അത്ഭുത ജീവികളെ മാതിരി നോക്കണേ. ഇപ്പോൾ അതേമാതിരിയല്ലേ പോണത്. എല്ലാവരും അത്ഭുത ജീവികളെ മാതിരിയാണ് നമ്മൾ നോക്കണേ എല്ലാവരും. എന്തായാലും ബിരിയാണി അടിച്ചിട്ട് ബാക്കി പരിപാടി. ആ പാരിസ് റെസ്റ്റോറൻറ്റ്. ആ നിങ്ങളിവിടെ ഇട്ട് വണ്ടി ഇവിടെ നിർത്താൻ ഗ്യാപ്പ് കിട്ടി. നമ്മുടെ ഫുഡ് മെനുവിലെ ഫസ്റ്റ് മെയിൻ ഐറ്റം തലശ്ശേരി ദം ബിരിയാണി. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടാ? ഫസ്റ്റ് ടൈമാ തലശ്ശേരി ബിരിയാണി. അപ്പോൾ നമ്മുടെ ഈ ലഡാക്ക് റൈഡിലെ ഫസ്റ്റ് മെനു ഫുഡ് മെനു ഇന്നലെ കഴിച്ച ചപ്പാത്തിയും പിന്നെ നോർമൽ നാട്ടിൽ നിന്ന്. അപ്പോൾ തലശ്ശേരി ദം ബിരിയാണി, പാരിസ് റെസ്റ്റോറൻറ്റ് തലശ്ശേരി. ബിരിയാണി അടിച്ചു. ഇനിയിപ്പോൾ ഒരു കോക്ടെയിൽ അടിക്കണം, കണ്ണൂർ കോക്ടെയിൽ. ഇതവിടെ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇതാ പുള്ളി ഒരു ബ്ലോഗറാട്ടോ. ഐ ഡി പറയൂ. ഓക്കെ, ഇൻസ്റ്റഗ്രാം. അപ്പോൾ നമ്മളിനി അടുത്തത് ഒരു കോക്ടെയിൽ അടിച്ചിട്ട് പിന്നെ ഇവിടുന്ന് പോവും. കുറച്ച് വണ്ടി ഇവിടെ ഉണ്ട്. നമ്മളെ വണ്ടിക്ക് അപ്പുറത്താണ് നിർത്തിയിട്ടുണ്ടേ. ഇവിടെ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് അവിടെ നിർത്തി വന്നു. ഇവിടെ ബാഗൊക്കെ വണ്ടിയിൽ തന്നെ വെച്ചിട്ടല്ലേ, ബാഗൊന്നും പോവില്ലെന്ന് പറഞ്ഞ എല്ലാവരും. പിന്നെ ബാഗിൽ വേറൊന്നുമില്ല, മെയിൻ സാധനങ്ങളൊക്കെ ഇതാ ടാങ്ക് ബാഗ്, ഷോൾഡർ ബാഗ് ആക്കിയിട്ട് അതിലിട്ടുണ്ട്. അതെ, ബിരിയാണി കഴിച്ചത് ഇനി ഉറക്കം വരാണ്ടിരിക്കണം, അതാണ് ഏറ്റവും വലിയ വിഷയം. നദ്ദിച്ച് കുടിക്കുവോ? അല്ല, നമുക്കിവിടെ ഇരിക്കാനുള്ള ഗ്യാപ്പില്ലല്ലോ. അപ്പൊ അത് തണുപ്പ് മാറാനുള്ള ഗ്യാപ്പില്ലല്ലോ. ചേട്ടാ ഒരു വഴിയില്ലല്ലോ. തണുപ്പേ പനിയാ, മറന്നു ഞാൻ. ആ താങ്ക് യു. എന്തൊക്കെ കാണണം. ഒരു ഫുൾ ബിരിയാണി ഒരു കോക്ടെയിൽ അടിച്ചിട്ട് നിൽക്കണം, നിൽപ്പ് വേണ്ട.
അങ്ങനെ നമ്മൾ നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ മുഴുപ്പിലങ്ങാടി വെച്ച് പിടിച്ച് ലാസ്റ്റ് മുഴുപ്പിലങ്ങാടി എത്തിയിട്ട് നമുക്ക് ഒരു റെയിൽവേ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് കിട്ടി. നമ്മളൊരു 5 മിനിറ്റ് അവിടെ നിന്ന് നമുക്ക് നേരെ മുഴുപ്പിലങ്ങാടിക്കുള്ള റോഡ് വെച്ച് പിടിച്ചു. അങ്ങനെ നമ്മൾ മുഴുപ്പിലങ്ങാടി എത്തി. ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ മുഴുപ്പിലങ്ങാടി വരുന്നത്, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഇത്ര വലിയൊരു ക്രൂവും ഇങ്ങനെ എല്ലാവരും റൈഡിങ് ഗിയർ ഒക്കെ ഇട്ട് നമ്മളും ഫുള്ള് റൈഡിങ് ഗിയർ ഇട്ട് ഫുള്ള് സെറ്റപ്പിൽ നമ്മൾ ഈ ബീച്ചിൽ കൂടെ ഓടിക്കുമ്പോൾ ഒരു ഫീല് അതൊന്ന് വേറെയാണ്. ഈ ആ ഒരു വ്യൂവും എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് പോകുമ്പോഴുള്ള വ്യൂവും പിന്നെ അവളും ഞാനും കൂടിയിട്ട് ഈ ബീച്ചിൽ റൈഡ് ചെയ്യണത് ആദ്യമാണ്. അപ്പം അതിൻ്റെ ഒരു രസം ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നേരം വണ്ടി ഓടിച്ചു, കുറേ പേര് അവിടെ എന്താ പറയുക അഭ്യാസങ്ങൾ കാണിച്ചു, പിന്നെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. അങ്ങനെ നമ്മൾ കണ്ണൂർ പുതിയ തെരു ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. അവിടുന്ന് ചായ കുടിച്ചിട്ടാണ് പിന്നുള്ള റൈഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ അവിടെ നിർത്തിയപ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ച് ഒന്നും കൂടി ഒരു ബോണ്ട് വരാൻ പറ്റി അവിടെ നിർത്തിയപ്പോൾ. ബ്ലോക്കിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, കണ്ണൂർ ആ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്ക് കിട്ടി. നമുക്ക് എന്താ വെച്ചാൽ ഈ സാഡിൽ ബാഗും കൂടി ഉണ്ടാവുകൊണ്ടേ നമ്മുടെ ബൈക്കിന്റെ വലിപ്പത്തിനേക്കാട്ടിലും കൂടുതൽ സാഡിൽ ബാഗും ഉണ്ടാവും. സോ നമ്മളൊരു ഓട്ടോറിക്ഷേന്റെ സ്പേസ് കണ്ടിട്ട് വേണം നമ്മൾ ട്രാഫിക്കിൽ കൂടെ കട്ട് ചെയ്ത് കയറാൻ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഫീൽ ചെയ്തു. പിന്നെ നിങ്ങൾ ഓക്കെ ആയി. ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല ബ്ലോക്ക് കിട്ടി. ഇപ്പം നമ്മളങ്ങനെ ഒരു 7 മണിയോട് കൂടിയിട്ട് നമ്മൾ കാസർഗോഡ് എത്തിയിട്ട് നമ്മൾ മംഗലാപുരം എത്താനുള്ള പ്ലാന് ഡ്രോപ്പ് ചെയ്തു. കാസർഗോഡ് എത്തി, ലഗേജൊക്കെ റൂമിൽ വെച്ചു, പിന്നെ ഫുഡ് കഴിക്കാൻ പോയി, എല്ലാവരും ഒരുമിച്ച് ഡിന്നർ കഴിച്ചു. പക്ഷെ എന്താ വെച്ചാൽ അതിൻ്റെ ഒന്നും ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തില്ല, എനിക്ക് നല്ല ഷൈ ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ടൊരു പരിചയമായിട്ടില്ലല്ലോ. നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് വന്ന് നമ്മൾ കിടന്നുറങ്ങി. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് എണീറ്റു. നമ്മളിപ്പോൾ കാസർഗോഡ് നിന്ന് ഇനിയിപ്പോൾ ഗോവയ്ക്ക് തിരിക്കുകയാണ്. ഇതവിടെ ഫുള്ള് പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാക്കിങ്ങിൻ്റെ ലീഡർ ഇതാ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നന്നായി ഒന്ന് ഉറങ്ങി, നേരത്തെ എണീറ്റു, അധികം ടൈം കിട്ടിയില്ല. അതിലത്തെ ഒരു സുഖമില്ലാത്ത സ്ട്രെച്ചായിരുന്നു, ഫുള്ള് റഷും പിന്നെ ആകെ കൊളായി. ഞാൻ മൈക്ക് കണക്ട് ചെയ്തു, പക്ഷെ അത് കണക്റ്റ് ആയില്ല ഹെൽമെറ്റിൽ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവും ഇന്നലത്തെ വീഡിയോന്. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടുന്ന് കിട്ടുന്നുള്ളത് ഇന്ന് നമ്മൾ മുരുടേശ്വരമൊക്കെ കയറിയിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മളങ്ങനെ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ എന്താ വെച്ചാൽ നല്ല മഴ രാവിലെ കുറച്ച് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈക്കൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഗോപ്രോ മാത്രം വെച്ചിട്ട് വോയിസ് ഓവർ ചെയ്യാൻ വിചാരിച്ചു, അല്ലാണ്ട് ഇന്നലത്തെ പോലെ അഡാപ്റ്റർ പോയതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി. നേരത്തെ നമ്മൾ 7 മണിയാണ് പറഞ്ഞതെങ്കിലും ഞങ്ങളുടെ അനാസ്ഥ മൂലം നമ്മൾ 7:30 കഴിഞ്ഞിറങ്ങിയപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മഴ കിട്ടി. നമ്മൾ പറഞ്ഞ സമയത്ത് 7 മണിക്ക് ഇറങ്ങിയെങ്കിൽ നമുക്ക് ആ മഴ കിട്ടിയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇറങ്ങി. എത്ര ഓക്കെ.
ഇറങ്ങുന്നുണ്ടോ? ലൈവ് ചേച്ചി ഇറങ്ങുന്നുണ്ടോ? യെസ്. ഇല്ല സ്റ്റാൻഡ് സെറ്റിൽ ആയതാ. ഇങ്ങനത്തെ സ്ട്രെച്ച് കിട്ടണം. ആ ഓ ഇന്നലത്തെ ആലോചിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരെ ഗോപ്രോയിൽ വീഡിയോ എടുത്തു, പക്ഷെ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. പെരടി വേനയുണ്ട്. നമ്മുടെ അഡാപ്റ്ററൊക്കെ ഞാൻ ഊരി വെച്ചനാണ്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചോദിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാ ചേച്ചി രവി ചേച്ചി ഇതേതാ സ്ഥലം? വരവന്ത ബീച്ച്. അവിടെയാണ് ഒരു രക്ഷയില്ലാത്ത വൈബാണ്. കണ്ടാ, ഈ ലെഫ്റ്റ് സൈഡ് മൊത്തം റോഡാണ്, ഒരു സൈഡ് റോഡ്. എങ്ങനെയുണ്ട്? നൈസല്ലേ? ഒരു സൈഡ് ബീച്ച്. ഇപ്പം എല്ലാവരും നിർത്തി ഫോട്ടോസ് എടുക്കുക. കുറേ യൂട്യൂബേഴ്സും വ്ളോഗേഴ്സൊക്കെ ഉണ്ടത്തില്ല, എല്ലാവരും ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കാൻ വൈബിലാണ്. ഇപ്പോൾ ഇന്നാണ് നല്ലൊരു സ്ട്രെച്ച് കിട്ടിയത്. നന്നായിട്ട് അത്യാവശ്യം പറപ്പിച്ച് ഓടിക്കാൻ പറ്റിയൊരു സ്ട്രെച്ച് എന്നാണ് കിട്ടിയത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ഷോർട്സ് എടുക്കണം. ഇതുവരെ ഞാൻ ഷോർട്സ് ഒന്നും അധികം എടുത്തിട്ടുണ്ടാവില്ല, ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആ ഒരു രണ്ടാമത്തെ ദിവസമായിട്ടല്ലേ ഉള്ളൂ, ഞങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾക്ക് ചീത്ത കിട്ടി. കാരണം 7 മണിക്ക് എൻജിൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 7:15 ഞങ്ങൾ അപ്പോൾ ഓരോരുത്തർ എത്തിയിട്ടില്ല. 7:50 എന്നിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഇന്ന് ബ്രീഫിംഗ് ഉണ്ടായിട്ടില്ല രാവിലെ, കാരണം ലേറ്റായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഈ സ്ഥലം കവർ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പോഴാണ് ഞങ്ങളെല്ലാവരും സെറ്റിലാവണ്. പിന്നെ കൂടെ ഞങ്ങളുടെ വീഡിയോ ഒക്കെ സെറ്റായി എടുക്കാമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. ബാക്കി നടക്കുമെന്ന് എനിക്കറിയില്ല. ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മൈക്ക് വെച്ചിട്ട് വർത്തമാനം പറയാൻ പറ്റുന്നില്ല, പെരടി വേനിക്കുക. ഓവർ ടൈം ആകുമ്പോൾ ഭയങ്കര വെയിറ്റാണ്. ഓൾറെഡി MT ഹെൽമെറ്റ് വെയിറ്റ്, ഇതിനും കൂടെ ഇതും ആകുമ്പോൾ ഭയങ്കര വെയിറ്റാണ്. അപ്പം എന്തായാലും ഇതാണ് വ്യൂ. ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കണ്ടിട്ടാണ് ഇവിടുന്ന് പോവുള്ളൂ. ചെറുക്കന്മാരത് അവിടെ നിൽക്കുന്നുണ്ട്. നോക്കി ട്രക്കിംഗ് ബൂട്ട്സ് ആവുകൊണ്ട് നല്ല ഗ്രിപ്പ് ഉണ്ടാവും. വളരെ ശ്രദ്ധിക്കണം. മറവാന്തേ ബീച്ച്. ഇത് ബീച്ച്. ആ കണ്ടതാ റോഡ്, വണ്ടികൾ കൊണ്ടുണ്ടാവും. അതിന് വണ്ടി ഓടിച്ച് പോകുമ്പോഴുള്ള സുഖമാണ് കേട്ടോ. ഏറ്റവും നിർത്തിയിരുന്നേക്കാട്ടിലും വണ്ടി ഓടിച്ച് പോകുമ്പോഴുള്ള വ്യൂ അടിപൊളിയാണ്. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങരുത് കേട്ടോ, ഭയങ്കര ഡേഞ്ചർ ആവുന്നുണ്ട് കണ്ടിട്ട്. ആൾക്കാര് എന്താ വെച്ചാ കുറെ പേര് ഇവിടെ വന്നിരുന്നു വെള്ളം അടിക്കുക, അലമ്പാക്കുക, അങ്ങനത്തെ ആൾക്കാരാണ് പ്രശ്നം. ഇപ്പൊ നമുക്ക് ഇത്ര ടീംസായി എല്ലാവരും ഉണ്ടാവുകൊണ്ട് നമുക്ക് എങ്ങോട്ട് പോകാനും ഒരു വിഷയമല്ല. 10-21 ആൾക്കാരുണ്ട്, നെവർ മൈൻഡാ. ഞാൻ പറയുന്നത് ഇതിലുള്ള അങ്ങനെ ചായ പോയാ ഗോവിന്ദ. ഇവിടെ ആരും നിർത്താണ്ട് പോരുത് കേട്ടോ. കാരണം ഒരു എന്താ പറയുക, നല്ലൊരു സ്ട്രെച്ചിന് ശേഷം കാസർഗോഡ് നിന്ന് മംഗലാപുരത്ത് നല്ലൊരു സ്ട്രെച്ചിന് ശേഷം ഇവിടെ ഈ അടുത്ത് വന്നിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും പിന്നെ നമുക്ക് നല്ലൊരു റിഫ്രഷ്മെന്റ് കിട്ടും. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുത്. ഇവിടെ നിർത്തണം, ഇറങ്ങണം, കാണണം. എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മൾ മുരുടേശ്വരത്ത് എത്തിയിട്ട് അവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മുരുടേശ്വരം കാണാമെന്നുള്ളതായിരുന്നു പ്ലാന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ അധികം ഹോട്ടൽസ് ഒന്നും കണ്ടില്ല, ഉള്ളതിലൊക്കെ നല്ല തിരക്കും. കിട്ടിയൊരു ഹോട്ടലിൽ കയറി ഫുഡ് അടിച്ച് നമ്മൾ മുരുടേശ്വരം കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മുരുടേശ്വരം എന്താ വെച്ചാൽ അവിടെ
അവിടെ എന്തൊക്കെയോ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറ്റി വിടില്ല. അപ്പോൾ നല്ല തിരക്ക് നല്ല തിരക്കുമായിരുന്നു. സോ നമ്മളവിടെ ടൈം വെറുതെ കുറേ കളഞ്ഞിട്ടില്ല. ഓൾറെഡി ഒരുപാട് പ്രാവശ്യം എല്ലാവരും കണ്ടതാണ്. സോ നമ്മൾ ജസ്റ്റ് അതൊന്ന് റൗണ്ട് ചെയ്ത് കണ്ട് അതിൻ്റെ ആ സ്റ്റാച്ചുവിന് മുന്നിൽ എല്ലാവരും ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് നേരെ തിരിച്ചു. നമ്മളിപ്പോൾ ഏകദേശം ഗോവ എത്താനായി. ഗോവ മീൻസ് കാർവാർ എത്താനായി. അപ്പോൾ അവിടെ എത്താനായപ്പോഴേക്കും നമ്മുടെ ലാൻഡ്സ്കേപ്പും കാണുന്ന കാഴ്ചകളൊക്കെ മാറിയിട്ടോ. രണ്ട് സൈഡും നല്ല നല്ല ഭംഗി ആ ഭാഗമൊക്കെ കാണാൻ. ഗോവ എത്തുന്നതിന് മുന്നുള്ള റോഡുകളൊക്കെ ഭയങ്കര ഭംഗിയും നല്ല റോഡുകളാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, മൃഗങ്ങളും അതുപോലെ തന്നെ ആൾക്കാരും ഒരേപോലെ കയറി വരുന്ന റോഡുകളാണ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ. ഈ വ്യൂ ഒക്കെ ഉണ്ടല്ലോ എൻ്റെ അമ്മോ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. അപ്പം നമ്മൾ ഈ വ്ളോഗ് എടുക്കുന്നതിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശമൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. നമുക്ക് പിന്നെയും എനിക്കിപ്പോൾ ഈ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്തത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഇപ്പം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, അത് കാർവാർ ബീച്ചിൻ്റെ സൈഡാണ്. അടിപൊളി സ്ഥലമാണ്. നമ്മൾ വീഡിയോയിൽ വരുമ്പോഴേക്കും നമ്മൾ കാണും, കിട്ടിലും വ്യൂ ആണ്. ഈ റോഡിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഈ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മൾ കാർവാർ ബീച്ചിൽ നിന്നുള്ള ഒരു ഷോർട്സ് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ അവിടെ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ ഗോപ്രോയിലൊക്കെ മൊബൈലിലെടുത്ത്. അങ്ങനെ കാർവാർ കഴിഞ്ഞ് കുറച്ച് ദൂരം പോയപ്പോൾ നമുക്ക്, കുറച്ച് ദൂരമല്ല കുറച്ചധികം ദൂരം പോയപ്പോൾ നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബമ്പർ ടു ബമ്പർ ബ്ലോക്ക് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ മുന്നിലൊരു ലോറി മറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് കാരണം നല്ല ബ്ലോക്ക് കിട്ടി. നമ്മളെങ്ങനെയൊക്കെയോ ബൈക്ക് കൊണ്ട് കുത്തിത്തിരിക്കി പോയി. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് അടൽ സേതു ബ്രിഡ്ജ്, അതായത് ഗോവയിലെ പഞ്ചിമിലുള്ള അടൽ സേതു ബ്രിഡ്ജിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ പോണത്. ഇത് പൊതുവെ ഈ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെ ബൈക്ക് കടത്തി വിടാത്തതാണ്. പക്ഷെ നമുക്ക് ഇപ്രാവശ്യം ഭാഗ്യം കിട്ടിയോണ്ട് നമ്മളെല്ലാവരും ഇതിന്റെ മുകളിൽ കൂടെയാണ് പോയത്. എന്താ സംഭവം എന്നറിയില്ല. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബൈക്ക് കൊണ്ട് വന്നപ്പോൾ ഇതിന്റെ തൊട്ടപ്പുറത്തെ ബ്രിഡ്ജിൽ കൂടെ ഈ ബ്രിഡ്ജ് നോക്കി വെള്ളം ഇറക്കി വണ്ടി ഓടിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം നമുക്കത് കൂടെ വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ.